ഇന്ന് കണ്ണൂർക്കാരുടെ അൽസ തൃശ്ശൂർ വേർഷനിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി സാധാരണയായുള്ള സ്കിന്നുള്ള ഗോതമ്പ് ഇതിനെടുക്കരുത്. കുത്തിയ ഗോതമ്പ് ഹരീസാണ് ഇതിന് വേണ്ടത്. അതിനായി 2 കപ്പ് ഗോതമ്പ് 5-6 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. 2 കപ്പ് ഗോതമ്പിന് ഇരട്ടിയേക്കാൾ കൂടുതൽ വെള്ളം ചേർത്താണ് വേവിക്കേണ്ടത്. വെള്ളം കുറഞ്ഞു പോയാൽ അടിഭാഗം കരിഞ്ഞു പോകും. മീഡിയം സൈസ് സവാളയും 3 അല്ലി വെളുത്തുള്ളിയും 2 ഏലക്കായും 3 ഗ്രാമ്പും 3 പട്ടയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്കായും ഗ്രാമ്പും പട്ടയും എല്ലാം ഡയറക്റ്റ് ചേർക്കുന്നതിനേക്കാൾ ഒരു കോട്ടൺ തുണിയിൽ കിഴി പോലെ കെട്ടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 400 ഗ്രാം ചിക്കനാണ് വേണ്ടത്. ചിക്കൻ നെയ്യും എല്ലോട് കൂടിയുള്ള ചിക്കൻ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതിലേക്ക് വേവിക്കാൻ വെക്കാം. കുക്കർ ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്. ഒരു വിസിൽ വന്നപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി. മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 40 മിനിറ്റ് ആയപ്പോഴാണ് ഓഫ് ചെയ്തത്. ഇപ്പോൾ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ആ ഗരം മസാലയുടെ കിഴി നമുക്ക് എടുത്തു മാറ്റാം. നമ്മൾ ഇതിലിട്ട് വെച്ച എല്ലാ ചിക്കൻ പീസും ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലെ എല്ലെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബോൺലെസ് ചിക്കനാണ് നമ്മൾ ചേർത്തിരുന്നതെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാമായിരുന്നു. എന്നാൽ എല്ലോട് കൂടിയുള്ള ചിക്കനാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഈ ചിക്കൻ ചേർത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. 2 കപ്പ് ഗോതമ്പിന് 4 കപ്പ് തേങ്ങാപ്പാലാണ് വേണ്ടത്. ഒരു തേങ്ങ കൊണ്ട് 4 കപ്പ് പാലാണ് ഞാൻ എടുത്തു വെച്ചത്. അതിൽ നിന്ന് 1 കപ്പ് തേങ്ങാപ്പാലും കുറച്ച് ഈ ഗോതമ്പും ചേർത്ത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഈ അരച്ചതും നമ്മൾ എടുത്തു വെച്ച 3 കപ്പ് തേങ്ങാപ്പാലും ഇതിലേക്ക് ചേർക്കാം. ഈ സമയത്ത് നമുക്ക് നല്ല ലൂസായിട്ട് തോന്നുമെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞ് ഇത് നന്നായി കുറുകി വരും. കണ്ണൂരുകാർ അൽസ പഞ്ചസാര ചേർത്താണ് കഴിക്കുന്നതെങ്കിലും നമ്മളിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് എരിവിലാണ് ഉണ്ടാക്കുന്നത്. ഇനി 2-3 ടേബിൾ സ്പൂൺ നെയ്യിൽ ബിരിയാണിക്ക് ഫ്രൈ ചെയ്യുന്നത് പോലെ സവാള കനം കുറച്ചരിഞ്ഞ് നമുക്ക് വറുത്തെടുക്കാം. സവാള നന്നായി മുരിഞ്ഞു വന്നാൽ അണ്ടിപ്പരിപ്പോ ബദാം ക്രഷ് ചെയ്തതോ ഉണക്കമുന്തിരിയോ ഒക്കെ ചേർത്ത് നമുക്ക് മൊരിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള അൽസ എടുത്ത ശേഷം ഈ ഫ്രൈ ചെയ്ത് വെച്ചത് നെയ്യോടുകൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് ഉപയോഗിക്കാം.